ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാ വബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, നമസ്കാരവും മറ്റും പരിഗണിക്കുന്നതിന് മുമ്പ് പരിഗണിക്കപ്പെടുന്ന വിഷയം എന്താണ് എന്നുള്ളതാണ് നമ്മളുടെ വിഷയം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ ചോദിച്ചു, ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് മത്താ അകൂനു മുഹ്സിന, ഞാൻ എപ്പോഴാണ് മുഹ്സിൻ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അയലുകാരനാവുന്നത്? ഇതാ അസ്ന അലൈക ജീറാനുക അന്നക മുഹ്സിനുൻ ഫഅന്ത മുഹ്സിൻ. നിന്നോട് പെരുമാറുന്ന ആളുകൾ, നിന്റെ അയൽ വീട്ടുകാരൻ, നിന്റെ കൂട്ടുകാരൻ, നീ താമസിക്കുന്ന റൂമിലുള്ള ആളുകൾ, നിന്റെ ജോലി സ്ഥലത്തുള്ള ആളുകൾ, നീ ഒരു നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നീ മുഹ്സിനായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നേരെ മറിച്ചാണെങ്കിൽ നേരെ മറിച്ച്. ഇവിടെ എല്ലാ മുസ്ലിമും മനസ്സിലാക്കേണ്ടത്, കോർട്ടുകളിലും മറ്റും മനുഷ്യനെ കണക്കാക്കുന്നത് അവൻ്റെ നിസ്കാരവും നോമ്പും നോക്കിയിട്ടല്ല, അത് പിന്നീടാണ് പരിഗണിക്കപ്പെടുന്നത്. ആദ്യം നോക്കുന്നത് അവൻ ജനങ്ങളോട് എങ്ങനെ പെരുമാറും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അറബി ഭാഷയിൽ പറയും, ഹുസ്നുൽ ഖുലുഖ് യസ്തുർ കതീറും മിനസ് സയ്യാത്ത് വസൂഉൽ ഖുലുഖ് യസ്തുർ കതീറും മിനൽ ഹസനാത്ത്. നല്ല പെരുമാറ്റം ഒരു മനുഷ്യന്റെ ജന്മനായുള്ള കുറവുകൾ പോലും മറച്ചു വെക്കുകയും അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കപ്പെടുകയും ജനങ്ങൾ അവനെ സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ മോശമായ സ്വഭാവം കാരണമായിട്ട് അവൻ്റെ നന്മകളെ ജനങ്ങൾ മറക്കുകയും അവൻ്റെ നന്മകളെ സ്വീകരിക്കാൻ ജനങ്ങൾ വിസമ്മതിക്കുകയും അവൻ്റെ സൽക്കർമ്മങ്ങൾ പോലും അള്ളാഹുവിൻ്റെ അടുത്ത് ഇല്ലാതാവുകയും ചെയ്യും. വേറെ ഒരു ഇതിൽ പറഞ്ഞു, ഹുസ്നുൽ ഖുലുഖ് യുഗത്തി സൂഉൻ നസബ്. ഒരു നല്ല പെരുമാറ്റക്കാരൻ്റെ ജന്മനാവുള്ള ചില അയ്ബുകൾ പോലും, കുടുംബപരമായിട്ടുള്ള അയ്ബുകൾ പോലും ജനങ്ങൾ മറച്ചു വെക്കും. അവനെ ജനങ്ങൾ അംഗീകരിക്കും അവൻ്റെ പെരുമാറ്റം കാരണമായിട്ട്. എന്നാൽ ഇദാ ഫസദൽ അഖ്ലാഖ് ലാ യുൻഫഉ നസബ്, സ്വഭാവം മോശമായി പോയെങ്കിൽ അവൻ്റെ കുടുംബ പാരമ്പര്യമോ അവൻ്റെ കുടുംബത്തിൻ്റെ അന്തസ്തോ സമുദായത്തിലുള്ള വിലയോ ഒന്നും ഒരു വിലയും ഉണ്ടാവില്ല. ഒരു പ്രയോജനവും അവനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ചെയ്യുന്നതല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ഹക്കുകളായ നോമ്പ്, നമസ്കാരം ഇവയെല്ലാം റബ്ബിനുള്ളതാണ്. അത് റബ്ബിൻ്റെ അടുത്ത് തീർച്ചയായിട്ടും സ്ഥാനമുണ്ട്. പക്ഷെ മനുഷ്യരോടുള്ള പെരുമാറ്റങ്ങളിൽ ആ നമസ്കാരവും നോമ്പും വെച്ചുകൊണ്ട് നമ്മുടെ പെരുമാറ്റങ്ങളിൽ കുറവ് വന്നാൽ അവൻ സ്വർഗത്തിൻ്റെ അഹലുകാരനായി തീരുന്നത് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. ഒരു മനുഷ്യന്റെ സ്വഭാവം ഭാര്യയോട് എങ്ങനെ നടക്കുന്നു, ഭർത്താവിനോട് എങ്ങനെ നടക്കുന്നു, മക്കളോട് എങ്ങനെ നടക്കുന്നു, നാട്ടുകാരനോട് എങ്ങനെ നടക്കുന്നു, ആ സ്വഭാവം നന്നായാൽ അവൻ്റെ ഈമാൻ പരിപൂർണമായി എന്നുള്ളതിൻ്റെ അടയാളമാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോർട്ടുകളിലും മറ്റും പൊതുജനങ്ങളുടെ വിഷയങ്ങൾ തീരുമാനിക്കുമ്പോൾ, പൊതുജനങ്ങളുടെ വിഷയങ്ങളിൽ ഒരു മനുഷ്യനെ തീരുമാനിക്കുമ്പോൾ അവൻ്റെ നിസ്കാരവും നോമ്പുമല്ല പരിഗണിക്കുന്നത്, അവൻ്റെ പെരുമാറ്റം എങ്ങനെ, അവൻ നല്ലവനാണോ, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുമെങ്കിൽ അത് വെച്ചുകൊണ്ടാണ് ദുനിയവിയായ ഉമൂറുകളിൽ പോസ്റ്റുകളും വലിയ വലിയ പദവികളും കൊടുക്കപ്പെടുമ്പോൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതാണ്. പിന്നീട് ഒരു ആവറേജ് മുസ്ലിം ആയിരുന്നാൽ മതിയാവുന്നതാണ്. നേരെ മറിച്ച് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നവനാണ്, പക്ഷെ ജനങ്ങളോടുള്ള പെരുമാറ്റം മോശമാണെങ്കിൽ അവൻ ജനനായകന്മാരാണോ, ജനങ്ങളുടെ നേതാക്കന്മാരാണോ, ജനങ്ങളെ ഭരിക്കാനോ ഒന്നും അവൻ കണക്കിലാക്കപ്പെടില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ അടുത്ത് പോലും അവനിക്കൊരു സ്ഥാനം ഉണ്ടാവുന്നതല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്നോട് പെരുമാറുന്ന ആളുകൾ നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ
നീ സ്വർഗത്തിൻ്റെ അഹലുകാരനാണ്. നാം മനസ്സിലാക്കേണ്ട മുഖ്യമായ വിഷയങ്ങളിലൊന്നാണ് നമ്മുടെ മോശമായ പെരുമാറ്റങ്ങൾ നമ്മുടെ സൽക്കർമ്മങ്ങളെ ഇല്ലാതാക്കും. ജനങ്ങൾ നമ്മളെ തള്ളിപ്പറയും, എന്നാൽ നമ്മുടെ നല്ല പെരുമാറ്റം നമ്മുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു തരികയും ജനങ്ങൾ നമ്മളുടെ പാപങ്ങളെ മറക്കുകയും നമ്മളെ സ്വീകരിക്കുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തൗഫീഖിനെ തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.